ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് അത്രയും സുഖം പോരാട്ടോ. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വിഷമങ്ങൾ തന്നെയാണ് പുറകെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ ഇക്രുവിൻ്റെ വേർപാട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു മോശമായിട്ട് ഞാൻ പറയുന്നില്ല. വീഡിയോയുടെ അവസാനം ആകുമ്പോഴത്തേക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4 മണിക്കോളം എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ മെല്ലെ എഴുന്നേറ്റൊക്കെ വന്ന് പല്ല് തേച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു 4:15 കഴിഞ്ഞു കേട്ടോ കിച്ചണിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് പരത്തി വെച്ചിട്ട് പോകണം. ഇന്ന് രാവിലെ ജിമ്മിൽ പോകുന്നതാണല്ലോ നമ്മൾ. ഇവിടുന്ന് ഒരു 5:45 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. 5:30 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കിടക്കുന്നതെങ്കിലും ചിലപ്പോൾ പോകുമ്പോൾ മിക്ക ദിവസം 6 മണിയോട് അടുക്കും കേട്ടോ. അങ്ങനെ രാവിലെ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചു. അതിന് ചൂടുവെള്ളം മുക്കിയാട്ടോ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോടൊന്നും സംസാരിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമാട്ടോ. അപ്പോൾ ഒരു വീഡിയോ എങ്കിലും ആയിട്ട് ആഴ്ചയിൽ 1-2 വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്ന് ദിവസം വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ടാട്ടോ പലപ്പോഴും മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഞാനൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊരു ദിവസത്തെ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചാലും ഇടയ്ക്കൊക്കെ ചെറുതൊക്കെ എടുത്ത് വെച്ചാലും ഞാൻ പിന്നെ അതങ്ങ് ഇടാറില്ല. ഒറ്റ ദിവസത്തെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാട്ടോ ഞാനത് ഫുള്ളും ഒരു ദിവസത്തെ കാര്യങ്ങളായിട്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ഷോർട്സ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പം ഇപ്പം അതുപോലെ ചപ്പാത്തി, പിന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ മുട്ട. ഇപ്പം നമ്മൾ ഡയറ്റ് പ്രകാരം ആട്ടോ ഫുഡൊക്കെ, പ്രോട്ടീൻ ഫുഡും പിന്നെ അധികം കലോറി ഇല്ലാത്ത ഫുഡും ഒക്കെ ആട്ടോ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അത് എല്ലാവർക്കും നല്ലതാണല്ലോ, പ്രായം ചെന്നവർക്കും എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നമ്മൾ അത് എല്ലാം രാവിലെ അത് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ട് എനിക്ക് വേഗം പോകാം അതിനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ പോകാൻ നേരം മുട്ട പിന്നെ പുറത്ത് അടുപ്പിൽ കഞ്ഞി ഇടുന്നുണ്ടല്ലോ രാവിലെ. അപ്പത്തേക്കും അമ്മയേറ്റ് വന്ന് കഞ്ഞിക്ക് തീ പിടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മുട്ട ആദ്യം പുഴുങ്ങിക്കോ, മുറ്റത്തടുപ്പി വെച്ചാൽ മതി എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഈ ചെറിയൊരു ഗ്യാസല്ലേ, 2 അടുപ്പേ ഉള്ളൂ താനും. അതിൽ ഒരടുപ്പാണെങ്കിൽ ചിലപ്പോൾ കത്ത് പോലും ഇല്ല കേട്ടോ. അതിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പം മുട്ട അവർ പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ഇതാ മുട്ട വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചിട്ട് വേണം, ഞാൻ ഒരെണ്ണം കഴിക്കും, മോൻ 2 കഴിക്കും കേട്ടോ. ജിമ്മിലേക്ക് പോകാനില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഒന്നും എടുത്ത് അങ്ങനെ പൊക്കാൻ പറ്റില്ല. അത് ചെറുപയറൊക്കെ ഒന്ന് അടുപ്പേ വെച്ചു. രാവിലത്തെ ചപ്പാത്തി പരത്തി വെച്ചു. രാവിലത്തെ ഏകദേശം ജോലികളൊക്കെ ഒന്ന് കിച്ചണിൽ ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. സോറി കേട്ടോ, ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു. അപ്പോൾ അമ്മയുടെ വക ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് പറയാൻ സമയമായിട്ടുള്ളൂ അന്നേരം കേട്ടോ. അമ്മ രാവിലെയൊക്കെ എഴുന്നേറ്റ് കട്ടനൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അമ്മ ഗുഡ് മോർണിംഗിൻ്റെ സമയമാകുമ്പോഴേ ഗുഡ് മോർണിംഗ് പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ഏകദേശം പോകാനായിട്ടുണ്ട്, ജിമ്മിൽ പോകാനായിട്ടുണ്ട്. അങ്ങനെ പോകാനാകുമ്പോഴത്തേക്കും പിന്നെ ഒരു വെപ്രാളോട്ടെ. പിന്നെ ഈ മുട്ട എന്തേലും 1-2 കഴിച്ചിട്ട് പോകാതെ നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അതിനെപ്പറ്റി അതിനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒരെണ്ണം കഴിക്കാൻ, കുരുമുളകൊക്കെ ഇട്ട് കഴിക്കാൻ, എനിക്ക് രാവിലെ തന്നെ അങ്ങോട്ട് കഴിക്കുന്നത് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യം കേട്ടോ ഇത്ര രാവിലെ. പക്ഷെ നമുക്ക് വെയിറ്റ് എടുക്കുകയും ചെയ്യണ്ടേ. അപ്പം ഒരെണ്ണം എന്തായാലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒക്കെ ആട്ടെ രാവിലെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ യാത്ര ആയി പോകുമ്പോഴും നമുക്കൊരു പ്രശ്നവുമില്ല, നമ്മൾ നല്ല ഹാപ്പി ആയിട്ടാട്ടോ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്കും നമ്മൾ ഇറങ്ങുന്ന വഴിക്കും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഒന്ന് പ്രത്യേകം ഒന്ന് ഓടിച്ചിട്ട് കണ്ണോടിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോകണല്ലേ. എന്നോട് ആരോ പറയുകയും ചെയ്തിരുന്നു, സുബിക്കൊരു വഴിക്ക് ഇറങ്ങി പോകാൻ എന്ത് എളുപ്പമാണ്, വീടൊന്നും നോക്കണ്ട, ഒറ്റയൊരു സത്യമാണ്. ഞാൻ ഒന്നും നോക്കാറില്ല, അടയ്ക്കേണ്ട പൂട്ടണ്ട, ഞാൻ നിൽക്കുന്ന നിപ്പിലിറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് വീട്ടിലാളുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നും ഞാൻ അതുപോലെ എനിക്കധികം കാര്യങ്ങളൊന്നും നോക്കണ്ട, എങ്കിലും നമ്മൾ വീട്ടമ്മമാരിറങ്ങുമ്പോൾ അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ഞാൻ നമ്മുടെ ഇക്രുവിൻ്റെ കൂട്ടിലേക്കൊന്ന് നോക്കി. നമ്മുടെ പീറ്റുവിൻ്റെ കേട്ടോ, ഇക്രുവിനെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പം നോക്കി ഒക്കെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകണ്ട. അപ്പോൾ കൂട്ടിൽ അവൻ നിൽക്കുന്നതും കാണാൻ ഞങ്ങൾ പോകുമ്പോൾ അവൻ കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വഴിക്കൂടി ഇവരൊക്കെ പോകുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പോരണമെന്ന് പീറ്റുവിൻ്റെ രാവിലത്തെ ആഗ്രഹം.
അഴിച്ചു വിടാത്ത രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പോകുന്ന പുറകെ നമ്മുടെ ബൈക്കിൻ്റെ പുറകെ ഓടി വരൂ, അതുകൊണ്ടാണ് അഴിച്ചു വിടാത്തത്. അങ്ങനെ ഞങ്ങൾ ജിമ്മിൽ കയറി കുറച്ചൊക്കെ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടാട്ടോ നമ്മൾ ജിമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കഴുത്ത് മുതൽ കൊടുത്ത് കാൽപാദം വരെയാണ് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വെയിറ്റിലേക്ക് പോകുന്നത്, വെയിറ്റ് എടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ നമ്മുടെ വാമപ്പൊക്കെ ആട്ടോ. ഇതൊക്കെ ചെയ്ത് കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ. വേഗം വരണം, വേഗം വന്നു കഴിഞ്ഞാൽ ഈ കുറുവിനെ പോലെ തന്നെ പീറ്റും എന്തോ കഴിച്ചിട്ടാണ് വന്നത്, ഭയങ്കര ഛർദിയാണ്, വേഗം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തായിരിക്കുമെന്ന്. അതിൽ പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനോ ഒന്നും ചെയ്യാനോ പറ്റുന്നില്ല. ഞങ്ങളാകെ വെപ്രാളപ്പെട്ട് പോയിട്ടോ. എൻ്റെ മനസ്സിൽ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റരുത്, ഒരു പ്രശ്നം അവനുണ്ടാകില്ലേ എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നത്. അവൻ മെലിഞ്ഞാണേലും കാണാനൊരു സുന്ദരനൊന്നും അല്ലെങ്കിൽ അവൻ ഞങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും ഞങ്ങൾ പീറ്റു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അവനൊരിക്കലും നന്നാവുമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അവൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുക. അത്രയും സമയമായുള്ളൂ. അപ്പോൾ അമ്മയ്ക്കൊക്കെ വിഷമമായിട്ടോ. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് അടിച്ച് തളിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരേ വിളിച്ചിട്ട് തന്നെ കാര്യം, പിന്നെ നിങ്ങൾ ഒരു വഴിക്ക് പോയതല്ലെന്ന് ഞാൻ കുറച്ച് നേരം നോക്കി എങ്ങനെയാലും മാറുമോ കുറയോ എന്നൊക്കെ. അന്നേരം കൂടിക്കൂടി വന്നു, അപ്പോഴാണ് വിളിച്ചത്. മാറും കുറയൊന്നുമില്ല, നാളെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അന്നേരം നടപടി എടുക്കാന്നുള്ളതാണ്. എന്ത് നടപടിയല്ലേ, അതിനൊരു നടപടി ഇല്ലെന്ന് പറഞ്ഞേ പറ്റില്ലേ. നമ്മളെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. കൊണ്ടുപോകാന്നേ ഉള്ളൂ. കുറുവിനെ അവിടം വരെ കൊണ്ടുപോയി. കുറുവിനെ രക്ഷപ്പെടുത്താൻ തലേദിവസം പക്ഷേ എനിക്ക് പറയുന്നുണ്ട് അങ്ങനെ മരുന്ന് എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റിയതാണ്. വയറ് കഴുകുന്ന അത് വേറെ അങ്ങനെ നിന്നപ്പോഴാട്ടോ നമ്മുടെ അടുത്തുള്ള അയലക്കങ്കാരി പൂ കൊണ്ടുവന്നത്. അപ്പം പൂ ഏതായാലും കിട്ടിയില്ല. നമുക്ക് ഇന്നത്തെ പൂവിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടൊന്നും അലങ്കരിക്കാനൊന്നും പറ്റിയില്ല, ഒന്നും തോന്നുന്നില്ല മനസ്സിന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ പൂ കൊണ്ടേ പീറ്റുവിൻ്റെ അടുത്ത് കൊണ്ടേ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മനസ്സിലും വിഷമം കേട്ടോ. രാവിലെ മുതൽ അവൻ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ പെടഞ്ഞ് ഒരു എന്തോ പുറത്തേക്ക് അഴിച്ചു വിട്ടപ്പോൾ നല്ല സന്തോഷത്തോടെ ഓടിപ്പോയി അവൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവന് ബുദ്ധിമുട്ടായിട്ടാണ് കുറേ നേരം കിടന്ന് പിടച്ചു കേട്ടോ. ഞങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ മൃഗാശുപത്രിയിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രക്ഷപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ. അതുമല്ല ആശുപത്രിയൊക്കെ തുറന്നു വരണേ തന്നെ 10 മണിയാകണം. നമ്മൾ എന്ത് ചെയ്യും, വെളുപ്പിനൊക്കെ അല്ലേ ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചു വിട്ട് 5 മിനിറ്റ് കൊണ്ട് പോയി വരും, അധികം സമയമൊന്നും നിൽക്കാറില്ല. അത് 2 പേരും അങ്ങനെയായിരുന്നു. ഈ പോകുന്ന വഴിക്കാട്ടെ ഇവരിങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ട് വരുന്നത്. എന്ത് കഴിച്ചിട്ട് വരുന്നതാണ് എന്താണോ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ 2 പേരും നമ്മളെ വിട്ടുപോയില്ലേ. അപ്പം ഒരു നിമിഷം നമ്മളിങ്ങനെ മനുഷ്യർ ഇങ്ങനെ നമ്മളങ്ങനെ ചിന്തിച്ചു പോകും. നമ്മൾക്ക് ഒരു മൃഗത്തിൻ്റെ വിലയോ ഒരു മനുഷ്യൻ്റെ വിലയോ എല്ലാം നോക്കിയാൽ എല്ലാം തുല്യമല്ലേ അല്ലേ. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിന് പുറകിൽ, ഇതിനൊരു ഉത്തരവാദി ഉണ്ടോ ഒക്കെ കുറേ ചോദ്യങ്ങൾക്ക് നമ്മളെവിടെ ഉത്തരം തേടി പോകൂലേ. അപ്പം നമുക്കെപ്പോഴും വിഷമം മാത്രം. നമ്മുടെ അടുത്ത പരിസരത്തൊന്നും അല്ല കേട്ടോ ഇത് സംഭവിക്കുന്നത്. എന്തായാലും കുറച്ച് വിട്ടങ്ങ് മാറിപ്പോയി കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. പരിസരത്തും നല്ല അവർ ഓടി വരുന്നത്. അവർ പോകാൻ ഇത്തിരി ദൂരത്തേക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ. അപ്പം എവിടെയാണ് ഇവർ പോകുന്നതെന്ന് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് ഇത്രയൊരു ഈ സാധനം കഴിക്കണം എന്നൊരാഗ്രഹം വരുമ്പോൾ മാത്രമാണ് ഇവരങ്ങനെ പോകുന്നതും കഴിക്കുന്നതും. എന്താണെന്നൊന്നും നമുക്ക് ഒരു ഊഹാപോഹവും ഇല്ല കേട്ടോ. എന്തായാലും ഈ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇവരിത് കഴിച്ചിട്ട് വരുന്നത്. അരമണിക്കൂർ പോലും ചിലപ്പോൾ 15 മിനിറ്റൊക്കെ ആവുള്ളൂ. അപ്പോഴത്തേക്ക് ഇവരെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ആകെ രാവിലെ അഴിച്ചുവിടുന്ന സമയം അതാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിന് ഇങ്ങനെ ഓരോ വിഷമങ്ങളും തരാൻ മാത്രം മൃഗങ്ങളാണെങ്കിലും ഞങ്ങൾ കുറേ എല്ലാവരും കരയാത്തൊരു കണ്ണീരിൽ വരാത്ത ആരുമില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മോളെ ഞങ്ങളെ അറിയിച്ചില്ല വിവരം. അവൾ എന്ന് വന്നാലും പീറ്റുവിൻ്റെ കൂട്ടിലേക്ക് ആദ്യം വന്ന് പീറ്റുവിനോട് കുറച്ച് കഥ പറഞ്ഞിട്ട് നമ്മുടെ അകത്തേക്ക് കയറാറുള്ളൂ. അപ്പോൾ കഥ പറയാൻ നമ്മളെവളോടൊന്നും പറഞ്ഞിട്ടില്ല, മോളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ വന്നിട്ട് നേരെ പോയത് പീറ്റുവിൻ്റെ ചുവട്ടിലേക്ക് കേട്ടോ. അപ്പം അമ്മയെ എവിടെ പോയി പീറ്റു എന്ന് വിളിച്ച് വല്യമ്മേനോടാട്ടോ ചോദിച്ചത്. അപ്പോൾ അമ്മയ്ക്കൊരു നിമിഷം ഉത്തരം പറയാൻ പറ്റാത്ത പോലെ അവളോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറഞ്ഞു പീറ്റു പോയി, നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം
അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കുറേ നേരം അവൾ ഞാൻ പീറ്റുവിനെ കാണാൻ ഓടി വന്നതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊരു മൃഗങ്ങളുണ്ട്. ഞാനാണേലും അങ്ങാടിക്ക് പോയിട്ട് വരുന്നോടം വരെ ഞാൻ ഇവർക്കാണ് കേട്ടോ ഞാൻ മീൻ മേടിക്കുന്നത്. മീൻ മാർക്കറ്റിൽ നിന്ന് ഇവർ മീനില്ലേലും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അത് അമ്മച്ചിയോടെ എടുത്തോണ്ട് ഞാൻ ആ കൈയോടെ ഇളക്കിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു, ഇവർക്ക് മീൻ കൊണ്ടുവന്ന് അത് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ആർക്ക് കൊടുക്കും, എന്തിനു കൊടുക്കണം, എന്തിന് മീൻ മേടിക്കണം. ഈ നമ്മൾ മീൻ മേടിച്ചിട്ട് മുട്ടയുടെ ഉണ്ണിയൊക്കെ നമ്മൾ ബാക്കി വെക്കും. എന്തായാലും നമ്മൾ ഉണ്ണിയൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പീറ്റുവിനാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്താന്നൊക്കെ ഓർക്കുമ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ പീറ്റുവിനെ കൊണ്ടുപോയി മറവ് ചെയ്തത്. പിന്നെ അപ്പോൾ അമ്മയും വന്ന് എവിടെയാണ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഞാനും മോനും കൂടിയ മോനും രാവിലെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കല്ലൊക്കെ ഉരുട്ടി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ വല്ല മൃഗങ്ങളും വന്ന് മാതിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ വന്നപ്പോൾ ഭയങ്കര വിഷമമായി. അമ്മ എവിടെയാ ചെയ്തേ, എവിടെയാ പീറ്റുവിനെ കുഴിച്ചിട്ടേന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും അവന് പൂവൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്രയൊക്കെ ഒരു മൃഗങ്ങളല്ലേ അല്ലേ, അപ്പം നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ ഓർക്കും. പക്ഷെ ഞങ്ങളിപ്പോഴും ഈ കുറുവിനെ ഓർത്ത് ഞങ്ങളിപ്പോഴും കണ്ണീരൊഴുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 1 വർഷം തികയുന്നുള്ളൂ. ഈ ഓണത്തിനായിരുന്നു കേട്ടോ. ഓണത്തിന് ഞാൻ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവൻ പോയത്. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഓണത്തിന് പൂക്കളം ഇട്ടപ്പോഴാണ് ഇക്കുറി പോയത്. ഇക്കുള്ള 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും മോനും പോയില്ലേ. ഇതൊക്കെയാണ് മനുഷ്യരാണേലും മൃഗങ്ങളാണേലും എന്താണ് സ്നേഹത്തിന് മുന്നിലും ഒക്കെ തുല്യരാണെന്ന് നമ്മുടെ മനസ്സിൽ അവർക്ക് കിട്ടുന്ന ഓരോ ഇടവും അതും ഒക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇപ്പം മനുഷ്യർ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ല കേട്ടോ. മൃഗങ്ങളെ നമ്മൾ അകമൊഴിഞ്ഞ് സ്നേഹിക്കുക. അത് മൃഗത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അറിയുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഞാൻ നിങ്ങളെ ഒത്തിരി ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ഒരു വിഷമം ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഈ വീട്ടിൽ നിന്നൊരു ഇത്ര അകലെയായിട്ടാണ് നമ്മൾ അവനെ മറവ് ചെയ്തത്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. നേരെ പോയത് അവൻ്റെ കൂട്ടിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു എന്തൊന്നില്ലാത്തൊരു വിഷമം, ശൂന്യത ഒക്കെ അനുഭവപ്പെടുന്നു. കൂട്ടിൽ അവനില്ല. അപ്പം ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ അമ്മ രാവിലെ കൂട്ടി കയറാൻ നേരം അവന് 2 ബിസ്ക്കറ്റ് ഉണ്ട്. വേഗം ചാടി കയറും കേട്ടോ. ആ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ് അവൻ ഓടി വരുന്നത്. കടയിൽ പോയിട്ട് ഞാൻ ബിസ്ക്കറ്റ് മേടിക്കുന്നതും ഇവന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ ആവശ്യം അധികമില്ല, കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ഒരു പാക്കറ്റ് മാരിഗോൾഡ് എന്തെങ്കിലും മേടിക്കുക. അതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്, അല്ലെ പാരലജിയുടെ മേടിക്കും. അപ്പം അത് ഇവന് വേണ്ടിയിട്ട് മേടിക്കുന്ന കേട്ടോ. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് മേടിയിലും ഒന്നുമില്ല. അവന് ലാസ്റ്റ് ബിസ്ക്കറ്റ് കഴിക്കാൻ അവന് പറ്റിയില്ല. ഈ ബിസ്ക്കറ്റിൻ്റെ കാര്യം ഓർത്ത് അവൻ ഓടി വരാറ് കൂട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടി. എവിടെയാണെങ്കിലും ഓടി വരും. പക്ഷെ അവനത് എടുക്കാൻ പറ്റിയില്ലെന്ന് അമ്മ പറഞ്ഞ ഫുഡിലേക്ക് കയറാൻ പറ്റില്ല. എനിക്ക് അമ്മയുടെ റേഷൻ കാർഡിൻ്റെ ആവശ്യത്തിന് എനിക്ക് റേഷൻ കടയിൽ പോകേണ്ടിയുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ ഞാൻ കുറച്ച് മീനും മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴ കേട്ടോ. പിന്നെ ഈ മീൻ വെട്ടുമ്പോഴും നമ്മൾക്ക് ഈ അമ്മ പറഞ്ഞു മീൻ തല കോഴിക്ക് കൊടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അമ്മ എന്താ പറയുക അല്ലേ. നമ്മൾ എൻ്റെ ഓരോ വീഡിയോയിലും കാണാൻ ഞാൻ മീൻ വെട്ടുന്ന പരിസരത്ത് നമ്മുടെ ഫീറ്റും ഉണ്ടാവൂലേ. അപ്പോൾ അതൊക്കെയാട്ടോ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞ് ഞാൻ എവിടെയൊക്കെയോ പോയി. പരസ്പരം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പലരും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ആയി പോയി എന്നതൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ മനസ്സിൽ അത്ര ഇടപെട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്കിത് കുറച്ച് ദിവസം എൻ്റെ മനസ്സിൽ തങ്ങി തന്നെ നിൽക്കും. ഞാൻ മീൻ മേടിച്ച് വരുമ്പോഴും കടയിൽ പോയി ബിസ്ക്കറ്റ് മേടിച്ച് വരുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇതൊരു തീരാ നോവായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് കാലം വേണ്ടി വരും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടകന്ന് പോകാനും. അങ്ങനെ മത്തിയാട്ടോ ഞാൻ മേടിച്ചത്. അധികം ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടത് കുറച്ച് മേടിച്ചു. നല്ല വിലയായിട്ടോ. ഇപ്പോൾ ട്രോളിങ്ങോ എന്തൊക്കെയോ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ, വളരെ കുറച്ച് മാത്രം. ഇവിടെ ചിക്കനൊക്കെയാണ് കുട്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ എനിക്കും അമ്മയ്ക്കും മാത്രം മതി കേട്ടോ. സുമതി അമ്മയ്ക്ക് ഉണക്ക മീനുണ്ട്. അപ്പം ഞങ്ങൾക്ക് മാത്രം കുറച്ച് വറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു വലിയൊരു സുഖമൊന്നുമുള്ള മത്തിയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് വെള്ളം സോറി കേട്ടോ മുളേശ്യെന്ന് ഞാൻ ഓരോരുത്തർ പറഞ്ഞ് കേൾക്കാറേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഉണ്ടാക്കാം, കുറച്ച് നമുക്ക് പൊരിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വേണ്ടില്ല. ഞാൻ മഴയത്ത് ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വീണ്ടും പോലെ ചെയ്യണം കേട്ടോ. മനസ്സ് നമ്മുടെ കയ്യിലല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈപ്പിടിയിലൊന്നും ഒതുങ്ങിയല്ലേ. ഞാനിങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളൂ, മനസ്സൊരിക്കലും എൻ്റെ കയ്യിലല്ല കേട്ടോ.
അപ്പം ഇനി ഇതൊക്കെ കറിയൊക്കെ വെച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണം. എപ്പോഴും എല്ലാവർക്കും നല്ലതും മനസ്സിനും ശാന്തതയും സമാധാനം എന്നും കിട്ടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ ഒപ്പം തന്നെ സന്തോഷിക്കണം, എൻ്റെ ഒപ്പം തന്നെ, അതൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കേട്ടോ. ആർക്കും ഒരു മഴയും കാറ്റും കോളും എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലാണെങ്കിലും ഓരോ അനുഭവങ്ങളൊക്കെ വരുന്നത് എൻ്റെ മനസ്സിന് നല്ലോണം തളർത്താറുണ്ട് കേട്ടോ. നമ്മൾ വിഷമിക്കാറുമുണ്ട്. അതിൽ പ്രതി എല്ലാം എനിക്കൊരു തീരാൻ നോവാണ്. എന്ത് വന്നാലും നമുക്ക് വന്നു കഴിഞ്ഞാലും ആർക്ക് വന്നു കഴിഞ്ഞാലും കേട്ടോ നമ്മൾ അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറോട് പറയുന്നത്, നിങ്ങൾ ഈ മഴക്കാലം അത്രയും ശ്രദ്ധിക്കുക. ട്രാഫിക്കുകൾ, പിന്നെ മഴക്കെട്ടുകൾ, വെള്ളക്കെടുതികൾ എല്ലാം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്നാട്ടോ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതാ മത്തിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് പിന്നെ പൊരിച്ച മത്തിയാട്ടോ ഇഷ്ടം, കറി വെച്ചിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് കുറച്ച് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. പൊരിച്ചപ്പോൾ പിന്നെ വലിയ തരക്കേടില്ലാത്ത മത്തിയാട്ടോ പൊരിച്ചത് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോൾ മോൻ കുറച്ച് ചിക്കനും കൊണ്ടുവന്നു. പിന്നെ ചിക്കൻ ഇതാ കുറച്ച് മുളകൊക്കെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി അവൻ പറയുന്നുണ്ട് അധികം മസാല ഇടരുത് കേട്ടോ. അവൻ ഡയറ്റ് പ്രകാരമായതുകൊണ്ട് ഞാൻ അതുകൊണ്ടാട്ടോ കുറഞ്ഞ മുളക് പൊടിയൊക്കെ ഇട്ട്. എങ്കിലും അമ്മ പറഞ്ഞ് അധികം ചാറൊന്നും ആക്കണ്ട, ഒന്നും മെല്ലെ ഇച്ചിരി പൊടികളൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കുരുമുളകാട്ടോ ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുന്ന, കുക്കറിലിട്ടൊന്ന് വേവിച്ച് മയം വരുത്താനായിട്ട്. പിന്നെ കുറച്ച് തക്കാളി, വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഒന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കി കുരുമുളക് പൊടി വിതറി ഒന്ന് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി. അത്രയൊക്കെയാണ് ചിക്കൻ വിശേഷങ്ങൾ കേട്ടോ. നല്ലോണം കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ടാറ്റാ ബൈ ബൈ. സീ യു.